സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ രമേശ് നാരായൺ, ശ്രീ ആസിഫ് അലി ടീമിൻ്റെ വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണല്ലോ. ശ്രീ ആസിഫ് അലി അവാർഡ് കൊടുത്തപ്പോൾ രമേശ് നാരായൺ അത് നിരസിക്കുകയും ശ്രീ ജയരാജിനെ കൊണ്ട് നിർബന്ധപൂർവം അവാർഡ് വാങ്ങിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ഇപ്പോൾ നമ്മുടെ പത്രമാധ്യമങ്ങളിലും മീഡിയാസിലുമൊക്കെ കണ്ടു, വായിച്ചു. അപ്പോൾ ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇതിൽ ശരിയാണോ, അല്ലെങ്കിൽ ഇതിൽ ശരിയുടെ അംശം ഉണ്ടോ തുടങ്ങിയ ചർച്ചകളൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ രമേശ് നാരായൺ തന്നെ രണ്ടാമതൊരു മീഡിയയിൽ പറയുന്നത് കേട്ടു. അതായത് അദ്ദേഹത്തെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കാതെയും മറ്റ് സംഗീത സംവിധായകരെയൊക്കെ അനൗൺസ് ചെയ്തിട്ടും അങ്ങേരെ കൃത്യ സമയത്ത് ക്ഷണിക്കാതിരിക്കുകയും ആ പേര് സൂചിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം തന്നെ മൂഡാഫായിരിക്കുന്ന ഒരവസരത്തിൽ അദ്ദേഹം തന്നെ സംഘാടകരോട് അഭ്യർത്ഥിച്ചിട്ടാണ് തൻ്റെ പേര് വിളിക്കുകയും പെട്ടെന്ന് ശ്രീ ആസിഫ് അലിയെ കൊണ്ട് സംഘാടകർ അവാർഡ് നൽകാൻ തീരുമാനിക്കുന്നു, അദ്ദേഹം നിരസിക്കുന്നു. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ടത്, ഒരു കലാകാരനെ സംബന്ധിച്ച് വിനയമാണ് പരമപ്രധാനം. നമ്മൾ ശ്രീ രജനീകാന്തിനെയും ശ്രീ രാഷ്ട്രീയ രംഗത്ത് ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രമുഖരെ നാം നെഞ്ചിലേറ്റുന്നത് അവരുടെ വിനയം കൊണ്ടാണ്. കലാകാരന്മാർക്ക് ഒരു ചെറിയ ശതമാനത്തിനെങ്കിലും ഇന്ന് വിനയം അന്യം നിന്ന് പോയിരിക്കുന്നു. ഒരു കലാകാരൻ്റെ ഉയർച്ചയ്ക്ക് വിനയം അത്യാവശ്യ ഘടകമാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഇപ്പോൾ ഈ വിഷയത്തിലും ശ്രീ രമേശ് നാരായണൻ്റെ വിനയമില്ലായ്മയെക്കുറിച്ച് ധാരാളം കേൾക്കുന്നു. സുഹൃത്തുക്കളെ, പിന്നെ മറ്റൊരു വിഷയം, ഒരു വ്യക്തിയെ ആദരിക്കുമ്പോൾ ആദരിക്കപ്പെടുന്ന വ്യക്തിയെക്കാളും സീനിയറായൊരു വ്യക്തിയെ കൊണ്ടുവേണം അയാളെ ആദരിക്കാൻ. അതൊരു നാട്ടു നടപ്പാണ്. അപ്പോൾ ആദരിക്കപ്പെടുന്ന വ്യക്തിയെക്കാളും തീർത്തും ജൂനിയർ ആവരുത് ആദരിക്കാൻ വേദിയിൽ കയറുന്ന വ്യക്തി. അതും ഒരു സംഭവമാണ്. പിന്നെ വിനയം എന്ന രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കുമൊക്കെ വിനയമെന്ന ഘടകം ഇന്ന് കുറഞ്ഞു വരികയാണ്. അപ്പോൾ വിനയമാണ് ഒരു വ്യക്തിയുടെ മൂല്യം, അല്ലെങ്കിൽ ആ പൊതുജനങ്ങളുടെ ഇടയിൽ മതിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു മാനദണ്ഡമെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അപ്പോൾ ഏതായാലും ഈ വിഷയം സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നോ അടുപ്പിച്ച് തന്നെ മനസ്സിലാകും. ഒരു വിഭാഗം ശ്രീ രമേശ് നാരായണനെതിരായിട്ട് ശക്തമായി തന്നെ അയാളുടെ മുൻകാല പ്രവർത്തനങ്ങളും മറ്റും ചൂണ്ടിക്കാണിച്ച് വിവരിക്കുന്നുണ്ട്. ശ്രീ ആസിഫ് അലിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മസംയമനം ധാരാളം ആരാധകരെ തന്നിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു. കൺക്ലൂഷൻ നമുക്ക് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നതിലൂടെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.